ഉയരമില്ലെങ്കിലും വലിയ ഉയരമുള്ള ഒരാളുണ്ട്. വരട്ടെ. ഒരു ദിവസം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് സാറിൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സാറിനോട് കഥ പറയാം. ഞാൻ അവിടെ നിന്ന് ഈ കഥ എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ പറയുന്ന കഥ ബാലരമയിലെ മായാവിയുടെയും ലുട്ടാപ്പിയുടെയും അതുപോലെ കൂട്ടുസൻ്റെയൊക്കെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ക്ഷമയോടുകൂടി ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സാറിങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയും തോന്നി. സാറിന് എങ്ങനെ ഇത്രയും ക്ഷമ കിട്ടിയെന്ന് ആലോചിക്കുകയും ഞാൻ ചെയ്തു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും ക്ഷമയുണ്ടാകാൻ സാറ് എന്താണ് ചെയ്യുന്നത്? ഇത്രയും ഒരു എന്താ പറയുക, ഈ ഒരു മനുഷ്യനാകാൻ എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇതാണ് എനിക്കറിയേണ്ടത്. ഇപ്പോഴും സിദ്ദിഖ് ഈ കുട്ടൂസും മായാവിയൊക്കെ വായിച്ച് രസിക്കുമോ? അല്ല, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു കഥ, ഒരു പുതിയ കഥ എന്ന് പറഞ്ഞോ, ഞാൻ പറഞ്ഞു ഞാൻ കഥകൾ എടുക്കാറില്ല, സാർ ഇതിന് കേട്ടിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ മതി, വളരെ പുതിയ കഥയാണ്, ഇതുവരെയും ആരും ചെയ്യാത്ത കഥയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി തുടങ്ങുന്നത് കുട്ടൂസനും ഇവരെയൊക്കെ സിനിമയിൽ കൊണ്ടുവന്നിട്ട്. അപ്പം ഞാനിത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇത് നിർത്താൻ പറയാൻ പറ്റുമോ? കാരണം എൻ്റെ മുന്നേ ഞാൻ പെട്ടിരിക്കുന്നൊരു ഗതികേട് എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കുന്നില്ല. കാരണം അവൻ ഇങ്ങനെ ആവേശത്തോടു കൂടി പറയണം. സാറേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഇതിനകത്ത് എന്താണ് നിങ്ങൾ പുതുമ എന്ന് പറഞ്ഞു. അല്ല സാർ, ഇതൊന്നും സിനിമയിൽ വന്നിട്ടില്ല. കുട്ടൂസിനൊക്കെ നമ്മൾ ചിത്രകഥയിലേ വന്നിട്ടുള്ളൂ. ഞാൻ അവരെ വെച്ചൊരു ഫുൾ കഥ ഉണ്ടാക്കിയില്ലേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷെ അതൊന്നും ആളുകൾക്ക് വേണ്ട. ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എടുത്തോളൂ, സംവിധായകൻ ഉണ്ടപ്പക്കുറിനായിക്കോളൂ എന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കിയോ? ഇല്ല ഇല്ല, അതൊന്നുമല്ല. ഞാൻ അവർക്ക് പറഞ്ഞു ഇങ്ങനത്തെ കഥകൾ ലാലാണ് പറയാം, ഇതൊരു ബെസ്റ്റ് ആൾ ഉണ്ടപ്പക്കുറാണ് എന്ന് പറഞ്ഞ് അങ്ങ് കൂട്ടിപ്പിടിച്ചു കൊടുത്തേനെ. നമുക്ക് കിട്ടിയ ഉപദ്രവം വേറെ ആളെ പാര വയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനി ഇത്തരം കഥകളും ഒന്നും ആരോടും പറയരുത്, നമ്മളെക്കുറിച്ചുള്ള വില പോകും. നിങ്ങൾ നല്ല കഥകളുണ്ടാക്കി ആദ്യം നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ പറയുക, എന്നിട്ട് കുറച്ചുകൂടി അവരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു സാറേ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം അവൻ നിങ്ങളുടെ കൂട്ടുകാർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടുകാരല്ല, ചതിക്കായിരുന്നു നിങ്ങളെ. വേറെ വല്ലവരോടാണ് നിങ്ങൾ ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളെ ചീത്ത പറഞ്ഞ കേൾക്കുക. എന്തായാലും ഉണ്ടപ്പക്കുറിന് പോലെ ഒരു വിസ്മയമായി അത് സിദ്ദിഖ് എന്നുള്ള ഈ വലിയൊരു വ്യക്തിയുടെ അദ്ദേഹം ഉദ്ദേശിച്ച എളിമ, ഹ്യൂമിലിറ്റി. ഇത് സിദ്ദിഖ് പറയും ഇത് എൻ്റെ ജാതകത്തിലുള്ളതാണ്, ജാത്യാലുള്ളത് തൂത്താപ്പോവില്ല. പക്ഷേ ഒരുപാട് മറ്റ് ഭാഷകളിൽ നിന്നും സംശീകരിക്കാനുള്ള ഒരുപാട് ഗുണങ്ങൾ ഇനി കിടക്കുകയാണ് സിദ്ദിഖിന്. സിദ്ദിഖിനെ അടുത്ത വട്ടം ഈ JB ജംഗ്ഷനിൽ കാണുമ്പോൾ ബോളിവുഡിൽ കോളിവുഡിൽ വലിയൊരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സംവിധായകനും സിനിമാ ശില്പിയും ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇതേപോലെ ചിരിച്ച മുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി എൻ്റെ സ്പേസിൽ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഞാനായിരിക്കട്ടെ അന്നും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ ഈ സന്തോഷം എപ്പോഴും ഉണ്ടാകട്ടെ. സിദ്ദിഖ്, ഇത്രയും സമയം ഞങ്ങളുമായി പങ്കുവച്ചത് വളരെ വളരെ നന്ദി. Thank you so much.